എല്ലാവരും ഇപ്പോൾ കാത്തിരിക്കുന്നത് iOS 19 ഒരു ഇൻട്രൊഡക്ഷന് വേണ്ടിയാണ്. ഒരു കംപ്ലീറ്റ് റീഡിസൈനിങ് കാണാൻ പോകുന്ന ഒരു iOS. പക്ഷേ അങ്ങനെ തന്നെയാണോ നമുക്ക് വരാൻ പോകുന്നത്? അതോടൊപ്പം ഈ പറഞ്ഞ iOSൽ നമ്മൾ കരുതിയ കുറേയധികം ഫീച്ചേഴ്സ് വരുന്നുണ്ടോ? ഇതിനെല്ലാം ഒരു ഉത്തരം ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്കായിട്ട് പറയുന്നുണ്ട്. സോ ഇതേപോലുള്ള അടിപൊളി കാര്യങ്ങളായിട്ട് നമ്മുടെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, ഇപ്പം തന്നെ ചെയ്യുന്നു ഉറപ്പുവരുത്തുക. സോ ദിസ് ഇസ് ജെബിൻ സേവിയർ, വെൽക്കം ബാക്ക് ടു എവിക. iOSന്റെ ഹിസ്റ്ററി പറയുകയാണെങ്കിൽ നമുക്ക് കുറച്ചധികം പുറകിലേക്ക് പോവാം. നമുക്കിപ്പോൾ കാണാൻ പറ്റുന്ന iOS 8നും 17നും എല്ലാത്തിൻ്റെയും ഒരു പിറവി എടുത്തിരിക്കുന്നത് iOS 7ലാണ്. 7ന് ശേഷം ഇത്രയും നാളും ആപ്പിൾ വലിയൊരു ഐക്കൺസോ അതേപോലെ ഈ പറഞ്ഞ ഐക്കൺ ഉണ്ടാകുന്ന ലുക്കുകളോ റീഡിസൈനോ അതേപോലെ റീമാപ്പിങ്ങോ ചെയ്തിട്ടില്ല. അതിന് പകരം കുറച്ചായിട്ടുള്ള കസ്റ്റമൈസേഷനും ട്വീക്കിങ്ങും മാത്രമാണ് കൊണ്ടുവന്നിരിക്കുന്നത്. പക്ഷേ iOS 19ലേക്ക് വരുമ്പോൾ എല്ലാവരും കാണുന്നത് ഐക്കൺസ് ഉൾപ്പെടെ ഒരു പുതിയ ലുക്കിലേക്കും ചേഞ്ചിലേക്കും മാറുമെന്നാണ്. എന്നാൽ അങ്ങനെയല്ല എന്നാണ് നമുക്ക് കിട്ടിയ റിപ്പോർട്ട്. ഐക്കൺസോ ബാക്കി കാര്യങ്ങളോ ആയിരിക്കില്ല ഇവിടെ ചേഞ്ച് ആവാൻ പോകുന്നത്. ആ ഓരോ ഐക്കൺസിൻ്റെയും ഷേപ്പായിരിക്കും മാറാൻ പോകുന്നത്. നമുക്ക് ഇത്രയും നാളും കണ്ടുവന്നിരുന്ന ആപ്പ് ഐക്കൺസ് ഒന്ന് എടുത്ത് പരിശോധിച്ച് നോക്കാം. ഈ പറഞ്ഞ ആപ്പ് ഐക്കണിൽ നിന്ന് ഒരു കംപ്ലീറ്റ് ആയിട്ട് ഒരു റൗണ്ട് ഷേപ്പിലേക്കുള്ള ആപ്പ് ഐക്കൺ ആവുമെന്നാണ് കിട്ടിയ റിപ്പോർട്ട്. അവിടെയും കുറച്ചധികം കോൺട്രവേഴ്സീസ് നമുക്ക് കാണേണ്ടി വരും. കാരണം ഈ പറയുന്ന കംപ്ലീറ്റ് റൗണ്ട് ഐക്കൺ എന്ന് പറയുന്നത് നമുക്ക് ഇപ്പോൾ നിലവിലുള്ള വാച്ച് ഓസിലും വിഷൻ ഓസിലും മാത്രമാണ് ലഭിച്ചിട്ടുള്ളത്. iOSലേക്ക് അങ്ങനെ വരുമോ എന്ന് ചോദിക്കുമ്പോഴാണ് കുറച്ച് പേര് പറയുന്നത് അങ്ങനെയല്ല, കുറച്ചധികം വ്യത്യസ്തതയോടെ ഒരു സ്ക്വയർ റൗണ്ട് ഷേപ്പിലേക്ക് വരും എന്നാണ് കുറച്ചധികം കൂട്ടുകാർ അല്ലെങ്കിൽ കുറച്ചധികം റിപ്പോർട്ടേഴ്സ് നമുക്ക് പറയുന്നത്. ഈ പറയുന്ന സ്ക്വയർ റൗണ്ട് ഷേപ്പ് അത് എവിടെയെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ സ്ക്വയർ റൗണ്ട് ഷേപ്പ് എവിടെയെങ്കിലും ഒന്ന് കണ്ടു മാറുന്ന പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എവിടെയാണെന്നല്ലേ, സാംസങ്ങിന്റെ ഈ പറയുന്ന ഐക്കൺസ് നിങ്ങളൊന്ന് എടുത്തു നോക്കിയാൽ മനസ്സിലാവും. ഒരു സ്ക്വയർ റൗണ്ട് ഷേപ്പിലാണ് സാംസങ്ങിന്റെ ആപ്പ് ഐക്കൺസ് വന്നിരിക്കുന്നത്. സോ ആ ഒരു ഷേപ്പിലേക്ക് മാറുമെന്ന് കുറച്ച് റിപ്പോർട്ടേഴ്സ് നമുക്ക് പറയുന്നുണ്ട്. പക്ഷേ ഇവിടെ എൻ്റെ ഒരു എക്സ്പീരിയൻസും അല്ലെങ്കിൽ എനിക്ക് കിട്ടിയ കൂടുതൽ റിപ്പോർട്ട് അനുസരിച്ചും കംപ്ലീറ്റ് ആയിട്ട് ഒരു റൗണ്ട് ഐക്കണിലേക്ക് മാറും എന്ന് ഒരു റിപ്പോർട്ടുണ്ട്. കാരണം ആപ്പിൾ ഒരിക്കലും സാംസങ്ങിൻ്റെ ആ ഒരു ഷേപ്പ് അല്ലെങ്കിൽ ആ ഐക്കണിൻ്റെ അതേ സെയിം പാറ്റേൺ ഒരിക്കലും ഫോളോ ചെയ്യില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ഒന്നെങ്കിൽ ഈ പറഞ്ഞ കംപ്ലീറ്റ് റൗണ്ട് ഷേപ്പിലേക്ക് ആപ്പിളിൻ്റെ പുതിയ iOS 19 ആപ്പ് ഐക്കൺസ് ചേഞ്ച് ആവും, അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്ന അതേ സെയിം ആപ്പ് ഐക്കൺ തന്നെയായിരിക്കും, പക്ഷെ ഒരു സിസ്റ്റം വൈഡ് റീഡിസൈനിങ് ആയിരിക്കും കൊണ്ടുവരാൻ പോകുന്നത്. അപ്പോൾ ഈ പറഞ്ഞ സിസ്റ്റം വൈഡ് റീഡിസൈനിങ് എന്താ? അതല്ലേ അടുത്ത ഡൗട്ട്. സിസ്റ്റം വൈഡ് റീഡിസൈനിങ് എന്ന് ചോദിക്കുന്നത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ കണ്ടുവന്നിരിക്കുന്ന യൂസർ ഇൻ്റർഫേസ് ആപ്ലിക്കേഷൻസ്, അതാണ് ഈ പറയുന്ന സിസ്റ്റം വൈഡ് ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. നമ്മുടെ ക്യാമറ ആപ്ലിക്കേഷൻ, സെറ്റിംഗ്സ് ആപ്ലിക്കേഷൻ, അതോടൊപ്പം ആപ്പിൾ മ്യൂസിക്, ആപ്പിൾ TV, ഈ പറയുന്ന ഓരോ ഇൻബിൽഡ് ആപ്ലിക്കേഷൻസും ആപ്പിൾ റീഡിസൈൻ ചെയ്യും. ഇത്രയും നാൾ നമ്മൾ കണ്ടു മറന്നു വന്നിരിക്കുന്ന ആ ഒരു ടാസ്ക് ബാർ അല്ലെങ്കിൽ സെർച്ച് ബാർ, ഈ പറഞ്ഞ ഓരോ കാര്യങ്ങളും റീഡിസൈൻ ചെയ്യുകയും കുറച്ചധികം മാറ്റങ്ങൾ ഷേപ്പിനും സൈസിനും അതോടൊപ്പം അത് വെച്ചിരുന്ന സ്ഥലങ്ങൾക്കും വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. ക്യാമറ ആപ്പിലേക്ക് നോക്കുമ്പോൾ ഒരു കംപ്ലീറ്റ് അട്ടിമുടി മാറ്റമാണ് ക്യാമറ ആപ്പിൾ കൊണ്ടുവരാൻ പോകുന്നത്. നമ്മൾ ഇത്ര നാൾ കണ്ടുവന്നിരുന്ന ആ ഓരോ ഐക്കൺസും ഓപ്ഷൻസും പല സ്ഥലത്തേക്ക് ആപ്പിൾ എടുത്ത് മാറ്റിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് ഒരു ട്രാൻസ്ലൂസൻ്റ് ആയ ഒരു ഫീലാണ് ഈ ഒരു ആപ്പിലും നമുക്ക് ലഭിക്കാൻ പോകുന്നത്. ഇതൊക്കെ ഏറെക്കുറെ റിസംബ്ലൻസ് ചെയ്യുന്നതും വിഷൻ OSന്റെ ആ ഒരു ആപ്ലിക്കേഷൻ എക്സ്പീരിയൻസ് തന്നെയാണ്. ആൻഡ് അടുത്തതും ഈ പറയുന്ന യൂസർ ഇൻ്റർഫേസിലെ ഒരു കാര്യമാണ്. നമുക്കറിയാവുന്ന പോലെ തന്നെ സെർച്ച് ബാറും ടേൺ ഓൺ ടോഗിളും നമുക്ക് കുറച്ചധികം ക്ലീഷയായിട്ടും ക്രിഞ്ചായിട്ടും തോന്നാറുണ്ട്. അതിനെല്ലാം ഒരു മാറ്റവും ഈ ഒരു iOS 19ലേക്ക് ആപ്പിൾ കൊണ്ടുവരുന്നുണ്ട്. സോ നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്ന ആ ഒരു വിഷ്വൽ ചേഞ്ച് എന്തിനാണെന്ന് നമ്മുടെ വീഡിയോ തൊട്ടതായിട്ട് കമൻറ്റ് ചെയ്യുക. എൻ്റെ അഭിപ്രായം ഇത് തന്നെയാണ്. മിക്കവാറും കുറച്ചധികം കസ്റ്റമൈസേഷനും അതിലുപരി ഒരു കംപ്ലീറ്റ് സിസ്റ്റം വൈഡ് ചേഞ്ച് ആയിരിക്കും ആപ്പിൾ കൊണ്ടുവരാൻ പോകുന്നത്. അടുത്തൊരു ഓപ്ഷനാണ് ഐഫോൺ എക്സ്റ്റേണൽ ഡിസ്പ്ലേ കൺട്രോൾ എന്ന് പറയുന്നത്. ഈ ഒരു ഓപ്ഷൻ ആപ്പിൾ കൊണ്ടുവരുമോ എന്ന് ചോദിച്ചാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ കൊണ്ടുവരില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം സാംസങ്ങിന് ഇത് ഓൾറെഡി ഓപ്ഷനൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്. കാരണം സാംസങ് ഡെസ്ക് എന്ന ഓപ്ഷൻ തന്നെയാണ് ഈ പറഞ്ഞ ഐഫോൺ എക്സ്റ്റേണൽ ഡിസ്പ്ലേ സെറ്റപ്പ് എന്ന് പറയുന്നത്. ഡിവൈസ് കണക്ട് ചെയ്യും, ഈ പറഞ്ഞ USB-C അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വയർ വെച്ച് കണക്ട് ചെയ്യും. വയർ വെച്ച് കണക്ട് ചെയ്യുമ്പോൾ
ഫോൺ അങ്ങനെ തന്നെ ഒരു എക്സ്റ്റേണൽ ഡിസ്പ്ലേയിലേക്ക് മാറും. നമ്മുടെ ഫോണിലുള്ള ആപ്ലിക്കേഷൻസ് എല്ലാം ഈ പറഞ്ഞ ഡിസ്പ്ലേയിലേക്ക് നമുക്ക് കണക്ട് ചെയ്ത് ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യാവുന്ന ഓപ്ഷനാണ് ഈ പറഞ്ഞു വരുന്ന ഐഫോൺ എക്സ്റ്റേണൽ ഡിസ്പ്ലേ സെറ്റപ്പ് എന്ന് പറയുന്നത്. പക്ഷേ ആപ്പിൾ ഇത് കൊണ്ടില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം ഓരോ പ്രോഡക്ട്സിനും അതിൻ്റെ ഫങ്ഷണാലിറ്റീസും അതേപോലെ പ്രൊഡക്റ്റീവ് ലൈനപ്പും ആപ്പിൾ കൊടുത്തിട്ടുണ്ട്. മാക് ആണെങ്കിൽ മാക് OS അതിൻ്റെ ഫങ്ഷണാലിറ്റീസ്, ഐഫോൺ ആണെങ്കിൽ iOS അതിൻ്റെ ഫങ്ഷണാലിറ്റീസ്, ഈ പറഞ്ഞ ഓപ്ഷൻസ് അല്ലെങ്കിൽ ഈ പറഞ്ഞ എക്കോസിസ്റ്റം ഇൻ്റഗ്രേറ്റ് ചെയ്യാനാണെങ്കിൽ ഓൾറെഡി ആപ്പിൾ ഐഫോൺ മിററിംഗ് ഓപ്ഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ വയർ കുത്തുകയോ എക്സ്റ്റേണൽ ഡിസ്പ്ലേ ആയിട്ട് കണക്ട് ചെയ്യുകയോ അങ്ങനെ ഒന്നുമില്ല. ഈ പറഞ്ഞ ഡിവൈസിൽ വയർലെസ് ആയിട്ട് നമ്മുടെ ഐഫോൺ കംപ്ലീറ്റ് ആയിട്ട്, അതും ഡ്രാഗ് ആൻഡ് ഡ്രോപ്പും എയർ ഡ്രോപ്പും എല്ലാ ഫീച്ചേഴ്സും ഇപ്പോഴേ ആപ്പിൾ കൊടുത്തിട്ടുണ്ട്. സോ അങ്ങനത്തെ ഒരു എക്സ്റ്റേണൽ ഡിസ്പ്ലേ ഓപ്ഷൻ കൊണ്ടുവരുമെന്ന് നമുക്ക് റിപ്പോർട്ട് കിട്ടിയാലും എനിക്ക് തോന്നുന്നത് അങ്ങനത്തെ ഒരു ഓപ്ഷൻ ആപ്പിൾ കൊണ്ടുവരില്ല എന്ന് തന്നെയാണ്. ഇനി അടുത്തതായിട്ട് വരാൻ പോകുന്നത് ഐഫോണിൽ വരാൻ പോകുന്ന AI ചേഞ്ചസ് ആണ്. AI ചേഞ്ചസ് വരുമ്പോൾ ആപ്പിൾ ഈ ഒരു വട്ടം കുറേയധികം കൊട്ടിഘോഷിക്കാനോ അതോടൊപ്പം കുറേയധികം കാര്യങ്ങൾ ഓഫർ ചെയ്യാനോ നിൽക്കില്ല എന്നാണ് കിട്ടിയ റിപ്പോർട്ട്. ഒരു വട്ടം അങ്ങനെ ഒന്ന് തൊട്ട് കഴിഞ്ഞപ്പോൾ കൈ പൊള്ളിയതായിട്ട് ആപ്പിളിന് എക്സ്പീരിയൻസ് ഉണ്ട്. കുറേയധികം ലോ സൂട്ടും അത്യാവശ്യം നല്ല ഫൈനും ഇപ്പോൾ ആപ്പിളിൻ്റെ കയ്യിൽ AI എന്ന് പറഞ്ഞ സാധനത്തിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യത്തിലേക്ക് അത്യാവശ്യം നല്ല രീതിക്ക് പണിയെടുക്കാതെ ആപ്പിളിന് ഇറങ്ങാനുള്ള ചാൻസ് ഭയങ്കര കുറവാണ്. ഈ ഒരു വട്ടം iOS 19ലേക്ക് തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ്റെ കൊളാബറേഷനും ഇൻ്റഗ്രേഷനുമാണ് ആപ്പിൾ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത്. സേ ഫോർ എക്സാമ്പിൾ നമുക്ക് ChatGPT വന്നു, ഇനി ഗൂഗിൾ ജെമിനി ആയിരിക്കും ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. ഓൾറെഡി ഈ പറഞ്ഞ ഗൂഗിൾ ജെമിനിയുടെ കുറച്ചധികം ആൾക്കാരായിട്ട് ആപ്പിൾ ഓൾറെഡി ഈ പറഞ്ഞ ഡീലും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നാണ് കിട്ടിയ റിപ്പോർട്ട്. സോ അങ്ങനെ ഒരു ഗൂഗിൾ ജെമിനി അല്ലെങ്കിൽ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ ഇൻ്റഗ്രേഷൻ iOS 19 വരാനുള്ള ചാൻസ് ഉണ്ട്. അതോടൊപ്പം ഇപ്പോൾ നമ്മുടെ സഫാരി എന്ന ഇൻബിൽഡ് ആപ്ലിക്കേഷനാണ് ഐഫോണിൻ്റെ മാത്രമല്ല ആപ്പിൾ പ്രോഡക്റ്റുണ്ട്, ഐപാഡ്, മാക്ക്, ഈ പറഞ്ഞ ഐഫോണിൻ്റെ ഒക്കെ ഒരു ഇൻബിൽഡ് ബ്രൗസറാണ് സഫാരി എന്ന് പറയുന്നത്. സഫാരിയിൽ കുറേയധികം ഓപ്ഷൻസ് ആപ്പിൾ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. iOS 19ലേക്ക് വരുമ്പോൾ ഒരു AI ബേസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സെർച്ച് എഞ്ചിൻ ആപ്പിൾ കൊണ്ടുവരും. ഇതെന്തിനാണെന്ന് വെച്ചാൽ ഓൾറെഡി ഇപ്പോൾ ഗൂഗിളിൻ്റെ ഒക്കെ സെർച്ച് എഞ്ചിൻ ഭയങ്കരമായിട്ട് കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും സെർച്ച് ചെയ്യുന്നത് ChatGPT അല്ലെങ്കിൽ ഈ പറഞ്ഞ AI ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ, വെബ് ബ്രൗസർ എന്നീ പറഞ്ഞ തലത്തിലേക്ക് എല്ലാവരും മാറിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ സഫാരിയിലേക്കും കൂടെ AI ഇൻ്റഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിക്കുള്ള സീംലെസ് എക്സ്പീരിയൻസ് ബ്രൗസിങ്ങിൽ ഐഫോൺ യൂസേഴ്സിന് കിട്ടും. ഐഫോൺ യൂസേഴ്സിന് മാത്രമല്ല ആപ്പിൾ യൂസേഴ്സിന് കിട്ടും. സോ എക്കോസിസ്റ്റവും കൂടെ അവർക്ക് നല്ല രീതിക്ക് ഇമ്പ്രൂവ് ആക്കാൻ പറ്റും. സെർച്ചിൻ്റെ റിസൾട്ട് അത്യാവശ്യം നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. സോ AIനെ വെച്ചുകൊണ്ട് തന്നെ ഫ്രം ഗ്രൗണ്ട് ടു ടോപ്പ് എല്ലാ കാര്യങ്ങളും ഇമ്പ്രൂവ് ചെയ്യാനാണ് ആപ്പിൾ iOS 19ലേക്ക് നോക്കാൻ പോകുന്നത്. ആൻഡ് ഇനി വരാൻ പോകുന്ന അപ്ഡേഷൻ അല്ലെങ്കിൽ ഇനി പറയാൻ പോകുന്ന ഒരു കാര്യം ഐഫോണിൻ്റെ ഒരു 17 എയറിനെ ബേസ് ചെയ്തുകൊണ്ട് തന്നെയാണ്. കാരണം ഒഫീഷ്യലി മാർഗർമൻ പറയുകയാണ് iOS 19ൽ ഒരു ആപ്പിൾ ഇൻ്റലിജൻറ്റ് ഫീച്ചർ ഉണ്ടാവും. എന്താണെന്നല്ലേ, ബാറ്ററി ഹെൽത്തിനെ നല്ല രീതിക്ക് സപ്പോർട്ട് ചെയ്യാനും അത് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഒരു AI ഫീച്ചേഴ്സ് വരുന്നുണ്ട്. ഈ പറയുന്ന കാര്യം ബാറ്ററി ഇൻ്റലിജൻസ് എന്നുള്ള പേരിലായിരിക്കും ആപ്പിൾ കൊണ്ടുവരാൻ പോകുന്നത്. നമുക്കറിയാവുന്ന പോലെ തന്നെ iOS 18.2ൻ്റെ കോഡിങ്ങിൽ നമുക്ക് കിട്ടിയായിരുന്നു ഒരു ബാറ്ററി ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞ കോഡിങ്ങിൻ്റെ ഒരു പാറ്റേൺ. ഈ പറഞ്ഞ കാര്യം iOS 18.5 ആയിട്ടും ആപ്പിൾ കൊണ്ടുവന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ iOS 19ൽ ഈ പറഞ്ഞ ഓപ്ഷൻ ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഈ പറഞ്ഞ കാര്യം എങ്ങനെയാണ് ഐഫോൺ 17ലേക്ക് നോക്കുന്നത്? ഐഫോൺ 17 എയർ എന്ന മോഡലിൽ mAh അഥവാ ബാറ്ററിയുടെ കപ്പാസിറ്റി കുറവായിരിക്കും. പക്ഷേ ബാറ്ററി ഇൻ്റലിജൻസ് അല്ലെങ്കിൽ AI ഫീച്ചർ ഉപയോഗിച്ചുകൊണ്ട് ബാറ്ററിയുടെ ജ്യൂസ് കൂടുതൽ കൺസ്യൂം ചെയ്യാതിരിക്കുകയും ബാറ്ററിയുടെ ഹെൽത്ത് എക്സ്പാൻഡ് ചെയ്യാനും ഈ പറഞ്ഞ ഓപ്ഷൻ ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ മനസ്സിലായോ എങ്ങനെയാണ് ഇത് കണക്ട് ചെയ്യുന്നത്? ഓരോ കാര്യങ്ങളും ആപ്പിൾ ബിൽഡ് ചെയ്യുന്നത് നാളത്തേക്കും കൂടെ വേണ്ടിയിട്ടാണ് ആപ്പിൾ ബിൽഡ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഉറപ്പിച്ചോ, ബാറ്ററി ഇൻ്റലിജൻസ് എന്ന ഓപ്ഷൻ iOS 19ലേക്ക് വരും. ആ ഒരു ഓപ്ഷൻ വരാൻ പോകുന്ന ഐഫോണിലേക്കും കറക്റ്റായിട്ട് ഇൻഡയറക്റ്റ് ആയിട്ടല്ല ഡയറക്റ്റ് ആയിട്ട് ഡീറ്റെയിൽ ചെയ്ത് തന്നെയാണ് ആപ്പിൾ കൊണ്ടുവരാൻ പോകുന്നത്. സോ ഇന്നത്തെ iOS 19ൻ്റെ ഈ ഒരു വീഡിയോയിൽ കുറേയധികം പുതിയ കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, എല്ലാ കൂട്ടർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതേപോലെ ആപ്പിളിലെ റെഗുലർ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം പറയാനായിട്ട് നമ്മുടെ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ മതി. ഇൻസ്റ്റാഗ്രാമിൽ കൂടെയും ഫേസ്ബുക്കിൽ കൂടെയും നിങ്ങൾക്ക് നമ്മൾ ഫോളോ ചെയ്യാം. എന്തായാലും ഫോളോ ചെയ്യുക, അടിപൊളിയായ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ദിസ് ഈസ് എബിൻ സേവിയർ സൈനിങ് ഫ്രം എബിക്ക.